നടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ലൈക്ക് ചെയ്താൽ മതി, അപ്പം പിന്നെ മറക്കില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ 2-3 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ വിശേഷമാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇടാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അത് ഇടാൻ പറ്റിയത്. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നമുക്ക് ചായക്ക് കടി റവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം റവയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് തറവാട് അവിടെ വീടുപണി നടക്കണില്ല, അവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വൈറ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊടുക്കണം ഇന്ന് ദിവസം ഈ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പക്ഷേ വീഡിയോ എടുത്തത് നമ്മൾ അതിൻ്റെ വർക്ക് പെയിൻ്റല്ല വൈറ്റ് അടിച്ചതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതിൽ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ വീഡിയോ എന്താ ഇങ്ങനെ വൈറ്റടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഇങ്ങനെയെന്ന് ആരും ചോദിക്കരുത്. അപ്പോൾ രാവിലെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. ഞാനും കാക്കും ചെറിയ മോനും കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അവന് മദ്രസ ഒഴിവാണ്. അപ്പോൾ അവൻ എന്തായാലും പിന്നാലെ വരും കേട്ടോ. അപ്പോൾ വേറെ ഒന്നിനുമല്ല, അവനെ കൊണ്ടുപോകണത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി കാക്കുവിന് നനക്കാൻ മോട്ടർ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ താഴത്താണ് മോട്ടറിൻ്റെ സ്വിച്ച്. അത് തറവാടിൻ്റെ ഇതിലുള്ള കറണ്ടിൻ്റെ സ്വിച്ച് തന്നെയാണ് കേട്ടോ മോട്ടറും. അങ്ങനെ കാക്കോടെ മേലെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പില തൈ ഉണ്ട് കേട്ടോ. അത് നല്ലോണം വന്നിട്ട് കിളിർത്ത് വന്നിട്ട് മുകൾ ഭാഗം അങ്ങനെ താന്ന് വരികയാണ് കേട്ടോ. ഒടിഞ്ഞ പോലെ അങ്ങോട്ട് നിൽക്കുകയാണ് കനം കൂടിയിട്ട്. അപ്പോൾ മഴയും കൂടെ പെയ്തപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ഒടിഞ്ഞ് കുത്തിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് തലപ്പ് പൊട്ടിച്ചിട്ട് കുറച്ച് എടുക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ശരിക്കും അങ്ങോട്ട് നിന്നോളും. പിന്നെ ഇപ്പോൾ ഇതാ നമ്മളെ വീഡിയോ എടുക്കുന്ന ആൾ അങ്ങനെ നടന്ന് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ അവന് കുറേ ദിവസമായിട്ടോ, കുറേ നാളായി ഭയങ്കര ആഗ്രഹം എനിക്കൊരു ചാനൽ ഉണ്ടാക്കി തായമ്മാർട്ട് കുറേ നാൾ എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അവന് സ്പെഷ്യലായിട്ട് വേറെ ചാനലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മുടെ പഴയ ചാനലുണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ചാനലുണ്ടല്ലോ, അത് ഞാൻ പേരൊക്കെ മാറ്റി അവനൊരു ഗെയിമിംഗ് ചാനലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വിവരം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ചാനലിന് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മളെ കയ്യിലുണ്ട്. 5000 സബും കാര്യങ്ങളും വ്യൂസും വാച്ചവറും ഒക്കെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നമ്മളെ പേര് മാറ്റിയിട്ട് മോൻ്റെ പേര് ആക്കിയിട്ടുണ്ട് കേട്ടോ. റിഷ്വാൻ ഗെയിമിംഗ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെത് ഗെയിമിംഗ് ചാനലാക്കിയിട്ട് ഇനി ഇതുപോലുള്ള വീഡിയോ ഒന്നും അതിലിടാൻ പറ്റില്ല. അപ്പോൾ ഇനി ഗെയിം കളിച്ചുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 2-3 കളിയൊക്കെ കളിച്ച് അവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ പോലെ വീട്ടമ്മമാർക്കൊന്നും അധികം പറ്റിയെന്ന് വരില്ല കേട്ടോ. എന്താ വെച്ചാൽ ഗെയിമല്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ കളിക്കാനൊക്കെ നല്ല ആൾക്ക് കുഴപ്പമില്ലാതെ അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെൽക്കമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് റിഷ്വാൻ ഗെയിമിംഗ് കേട്ടോ എൻ്റെ പഴയ ചാനലിൻ്റെ പേരാണ്. പിന്നെ അതിൽ വേറെ മാറ്റങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ കിഡ്സിൻ്റെ ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി നിങ്ങളതിലൊക്കെ നോട്ടി വരുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഒരു ദിവസം ഇതിൻ്റെ അടിയിൽ ചാനൽ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ പിന്നെ വൈറ്റ് വാഷ് ഏകദേശം കഴിഞ്ഞിക്കണ്. ഇതിപ്പോൾ അന്ന് ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും വൈറ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എന്തായാലും നനക്കണം അത്ര കേട്ടോ. അപ്പോൾ പണിക്കാരിങ്ങനെ വിളിച്ചിട്ട് നനച്ചിടാൻ പറയുമ്പോൾ ഞാനും കാക്കും കൂടി പോയിട്ടൊക്കെ നനച്ചിടും. അങ്ങനെ നമ്മളെ വീടിൻ്റെ വേറൊരു ഘട്ടം ആയി. ഇനിയിപ്പോൾ അടുത്തത് ടൈൽസും പണിയാണ് കേട്ടോ. അപ്പോൾ ടൈൽസിൻ്റെ ഒക്കെ വർക്ക് ഇനി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയണം. അപ്പോൾ ഇപ്പം എന്തായാലും വീട് വൈറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒന്ന് ഉള്ളും പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക. അപ്പോൾ പിന്നെ നമുക്ക് ടൈലെടുത്ത് അങ്ങനെ പണികൾ ചെയ്യാമല്ലോ. അപ്പോൾ അത് കുറച്ച് വൈകും കേട്ടോ. അപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ മഴയൊക്കെ പെയ്തപ്പോൾ ആകെ പുറത്തും വെള്ളം അകത്തും വെള്ളം. അപ്പോൾ കുറേ ദിവസമായി മഴ കാരണം നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന്
നോക്കണ്ടേ, നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മോന് കുറച്ച് പിന്നെ ആഫ്രിക്കൻ മുയ്ക്കളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ട് വെച്ചൊരു ഡ്രമ്മിൻ്റെ പകുതിയാണ്. അതിപ്പോൾ നേരെ എടുത്തിട്ട് കിണറ്റിക്ക് ഇടുക ചെയ്ത് കേട്ടോ. അപ്പോൾ 5 എണ്ണം കൊടുന്നതിൽ ഒരെണ്ണം കാക്ക എന്താ അറിയില്ല കൊണ്ടുപോയിക്കണ്. അപ്പോൾ 4 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരെ അതെടുത്തിട്ട് നമ്മൾ കിണറ്റിക്ക് ഇടുക ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ ഡ്രാഗന് ടയറിൽ തൊടാനയക്കണ്. ഇതിപ്പോൾ നമ്മളെ കപ്പക്കിഴങ്ങിൻ്റെ അതും ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡെയിലി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ ഞങ്ങൾ. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ വരാൻ പറ്റില്ല, എന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഈ സ്റ്റാൻഡും കോണിയും ഒക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ പെയിൻ്റ് അടിക്കണം. അപ്പോൾ മഴ കാരണം അവർ ഉള്ളിൽ പണി വേഗം ചെയ്യാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് 10 മണി ചെടികൾ, ഇത് ഞാനന്ന് പാലക്കാട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മഴ തട്ടാത്ത രീതിയിൽ ഒരു സൈഡിൽ സൺസൈഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. 10 മണി തൈകൾക്ക് കുറച്ച് വെള്ളം കൂടാൻ പറ്റില്ല അത്ര കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോവും, ഉണ്ടാവില്ല അത്ര കേട്ടോ. അപ്പോൾ എല്ലാതും ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ഒക്കെ ഓരോരോ ഇത് വന്നിങ്ങനെ ക്ഷീണിച്ച് ശോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെയിലെറിച്ചാലൊക്കെ ഉഷാറാകും. അപ്പോൾ മോൾ ഭാഗത്ത് ചില ഭാഗത്തൊക്കെ വഴുക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനായിട്ട് അവിടെ നിന്നാൽ ശരിയാവില്ല, അവൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാട്ടോ. അഥവാ ഒന്ന് വഴുതി പോയാൽ താഴത്തേക്ക് എത്തും. അപ്പോൾ ഞാൻ വേഗം അവനായിട്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇവിടെ വന്ന് ഓരോ പണികളൊക്കെ ചെയ്ത് അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഉപ്മാവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്മാവ്. പിന്നെ നമ്മൾ രാവിലെ പോയപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ച് പോയത് കൊണ്ട് ഉപ്മാവിന് അങ്ങനെ ഒരു രസമുണ്ടായിരുന്നു. അല്ലാതെ തണുത്തിട്ടൊന്നുമില്ല, ചെറിയൊരു ഇളം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്കും എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ഞാനും കഴിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ചായ വെച്ചപ്പോൾ അവർക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഹോർലിക്സ് കലക്കി കൊടുത്തു. ഞാനെന്തായാലും ചായയാണ് കേട്ടോ കുടിച്ചത്. നമുക്ക് പിന്നെ ഹോർലിക്സ് ഇഷ്ടമല്ലായല്ല, ഇഷ്ടമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുടിക്കാനാട്ടോ. ചായക്ക് കടി കഴിക്കുമ്പോൾ എനിക്കങ്ങനെ ഹോർലിക്സ് കഴിക്കാൻ ഇഷ്ടമല്ല. വെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കുള്ളതും കേട്ടോ. പിന്നെ ഇപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള സദ്യയാണ് കേട്ടോ. ഞങ്ങളിന്ന് സദ്യയാണ്. മീൻ ചട്ടി കേട്ടോ, മീൻ ചട്ടിയാണ് ഇതിൽ. ഇന്ന് പ്രത്യേകിച്ച് വിഭവമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് കാക്കുവിന് കല്യാണം ഉണ്ട്, എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും കല്യാണമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം വെച്ച മീൻകറീൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരവ് ഞാൻ കളഞ്ഞില്ല കേട്ടോ. കൂന്തൽ റോസ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ചോറ് മാത്രം വെച്ചു. പിന്നെ കുറച്ച് ഉണക്കലുണ്ടായിരുന്നു, അതും പൊരിച്ചു. ചെറിയ മോനും മുട്ടയും പൊരിച്ചു കേട്ടോ. ഞാനും മോനും മാത്രമേ കേട്ടോ പോവാഞ്ഞത്. പിന്നെ ഇപ്പോൾ കാക്ക കുറച്ച് മത്തി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9 മത്തിയോ 10 എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ 100 രൂപക്ക് വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മത്തി കഴിച്ചിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ ഉണ്ടാക്കിയത്, രാവിലക്കല്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്ത് എല്ലാവർക്കും ഫുഡ് വേണ്ടേ, ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എങ്ങോട്ടേലും ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയാകുമ്പോൾ തന്നെ കറിയും ചോറും കുറച്ച് പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലേക്കുള്ള അരി ഉഴുന്നിട്ടതാണ്, അതും അരച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ എങ്ങോട്ടേലും പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഞായറാഴ്ച ദിവസമായിട്ട് എല്ലാവരും കല്യാണത്തിന് പോയി. അപ്പോൾ ഞാനും മോനും മാത്രം പോയില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോകണം എന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസം കേട്ടോ, അടപ്പായസമാണ്. അപ്പോൾ അത് ഇരുന്ന് ഒന്ന് കുറുകിക്കണം കേട്ടോ. അങ്ങനെ പായസം കുടിച്ചിട്ടില്ല, ചെന്നിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാട്ടോ, ഇവിടേക്കാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വന്നത് കേട്ടോ. നല്ല അടിപൊളി വൈബാട്ടോ. ഒരു പാടമാണ് ഇത്, ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ശാന്തപുരം എന്ന് പറയുന്നത്. ആ പാടത്തിൻ്റെ വക്കത്ത് നല്ലൊരു ടീ ഷോപ്പും നല്ല എണ്ണക്കടികളും നല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളെന്തായാലും ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ വാങ്ങിക്കോട്ടോ, മക്കൾക്ക് പാർസലും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ് കേട്ടോ. അവിടെ പോയി ഇങ്ങനെ ചായ കുടി. അപ്പോൾ നല്ല ആളുകൾ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കാണ്, ഒഴിവന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.